Hi my dear friends, good morning to all. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ സംശയങ്ങൾ തീർത്തു പോവുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം മേ എന്ന ഒരു വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു. എന്നായിരുന്നു പഠിച്ചത്? നമ്മൾ പഠിച്ചത് മേ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പെർമിഷൻ ചോദിക്കുന്നതിനാണെന്ന് പഠിച്ചല്ലേ? മേ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. മേ ഗോഡ്, ഞാൻ പുറത്തേക്ക് പൊയ്ക്കോട്ടെ എന്നൊക്കെയാണ് മേയ്ക്ക് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അർത്ഥം. പക്ഷെ ഈ മേയ്ക്ക് വേറെ പല അർത്ഥങ്ങളും ഉണ്ട് എന്നത് ഇതിനോട് ഒപ്പം നമ്മൾ പഠിച്ചിരിക്കണം. കാരണം മേ എന്ന വാക്കിന് വേറെ ഏതാണ് നമ്മൾ അർത്ഥമുള്ളത്? മേ നമ്മൾ ഒരു കാര്യം ആശംസിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കും. അതായത് മേ ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മൾ ആശംസകൾ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയും. പിന്നെ സാധ്യതകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ മേ ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെയാണ്? ഇറ്റ് മേ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്തേക്കാം. അങ്ങനെ നമ്മൾ പല രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചാണെങ്കിൽ നമ്മൾ മേ ചേർത്ത് മേ കമിൻ, മേ ഐ ഗോഡ്, മേ ഐ ടേക്ക് ഇറ്റ്. ഈ മേ പെർമിഷൻ ചോദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ സംശയങ്ങൾ ചോദിച്ച് ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒരു പക്ഷേ ഒരു സംശയം ഉണ്ടായേക്കാം. മേ എന്നാൽ പെർമിഷൻ എന്ന് ടീച്ചർ പഠിപ്പിച്ചു, പക്ഷെ ഈ മേ അല്ലാതെ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന്. അതുപോലെ തന്നെയാണ് മസ്റ്റ്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കണം. യു മസ്റ്റ് കം ഹിയർ, യു മസ്റ്റ് സ്റ്റഡി വെൽ. മസ്റ്റ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ മസ്റ്റിനും ഈ സാധ്യതയെക്കുറിച്ച് നമുക്ക് പറയാം. മസ്റ്റും നമ്മൾ ഈ സാധ്യതയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? അതുപോലെയുള്ള ഈ മസ്റ്റിൻ്റെയും മേയുടെയും രണ്ടും തമ്മിലുള്ള ഏതെല്ലാം അവസരങ്ങളിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. കാരണം ഡൗട്ട്സ് വരാൻ സാധ്യതയുള്ള ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു പോകുന്നു. ഓക്കെ, ആർ യു റെഡി? ദെൻ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ, കമോൺ. ഓക്കെ, കമോൺ. മേ എന്ന് പറഞ്ഞ വാക്ക്, അതാണ് നമ്മൾ പഠിച്ചത്. മേയെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? മേ എന്ന വാക്കിന് നമ്മൾ പഠിച്ച അർത്ഥം എന്ന് പറയുന്നത് ടു ആസ്ക് പെർമിഷൻ എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? ടു ആസ്ക് പെർമിഷൻ. To ask permission, we studied about. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. മേ ഐ കം ഇൻ, മേ ഐ കം ഇൻ, മേ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. അതുപോലെ മേ ഐ ഗോ ഔട്ട്, മേ ഐ ഗോ ഔട്ട്, ഞാൻ പുറത്തേക്ക് പോയിക്കോട്ടെ. അല്ലെ മേ ഐ ടേക്ക് ഇറ്റ്, മേ ഐ ടേക്ക് ഇറ്റ്, മേ ഐ ടേക്ക് ഇറ്റ്, ഞാനിത് എടുത്തോട്ടെ. ഇതിന്റെ എല്ലാം മീനിങ് അറിയാമല്ലോ. മേ ഐ കം ഇൻ, മേ ഐ ഗോ ഔട്ട്, മേ ഐ ടേക്ക് ഇറ്റ്. ഇതിന്റെ എല്ലാ അർത്ഥം ചോദിക്കുമ്പോൾ ഇതിനെല്ലാം മീനിങ് വരുന്നത് പെർമിഷൻ ചോദിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്. മേ എന്ന് നമ്മൾ പഠിച്ചു വെച്ചാൽ അതിൽ വന്നേക്കാവുന്ന സംശയമാണ് ഈ മേയ്ക്കുള്ള മറ്റൊരു സ്ഥലത്ത് ഈ മേ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എന്ത്? ഒരു സാധ്യതയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട്, ഒരു സാധ്യതയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നു. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത് ജസ്റ്റ് ഇത് മനസ്സിലാക്കണം. സാധ്യതയെ കുറിച്ച് പറയുന്നതിന് സാധ്യതയെ കുറിച്ച് പറയുന്നതിനും നമ്മൾ ഈ മേ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇറ്റ് മേ റെയിൻ ടുഡേ എന്ന് പറഞ്ഞാലോ ഇന്ന് മഴ പെയ്തേക്കാം, ഇന്ന് മഴ പെയ്തേക്കാം. നമുക്ക് ഉറപ്പില്ല, ഒരു സാധ്യതയാണ്. ഇന്ന് മഴ പെയ്തേക്കാം. കാരണം നമ്മള് ഒരു ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതിനു വേണ്ടിയിട്ട് പറയുക ഇറ്റ് മേ റെയിൻ ടുഡേ. അതുപോലെ നമ്മൾ പറയാണ് ഷീ മേ ഹെൽപ്പ് യു, ഷീ മേ ഹെൽപ്പ് യു, ഷീ മേ ഹെൽപ്പ് യു, അവൾ നിങ്ങളെ സഹായിച്ചേക്കാം, അവൾ നിങ്ങളെ സഹായിച്ചേക്കാം. നമുക്ക് ഉറപ്പില്ല, സഹായിച്ചേക്കാം എന്ന് നമ്മളൊരു സാധ്യത പറയുന്നതേ ഉള്ളൂ, നമുക്ക് ഇത് ഉറപ്പില്ല.
അങ്ങനെ ഈ ഇതിൽ നിന്നെല്ലാം നമുക്ക് പറയാം ഇത് സാധ്യതയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന കാര്യമാണ് യു മേ ഗെറ്റ് ഫസ്റ്റ് ക്ലാസ്. യു മേ ഗെറ്റ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയേക്കാം. ഓക്കെ, അതിനുള്ള കുറച്ച് എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതൊന്ന് മനസ്സിലാക്കുക. ഐ മേ നോട്ട് കം ടുമോറോ. നാളെ ഞാൻ വരാൻ സാധ്യതയില്ല, ഞാൻ വരില്ലായിരിക്കാം. അതുപോലെ ഹി മേ ഗെറ്റ് എ ജോബ് നെക്സ്റ്റ് ഇയർ. അവന് അടുത്ത വർഷം അവനൊരു ജോലി കിട്ടിയേക്കാം. കാരണം അവനിപ്പോ ഒരു ജോലി ഇല്ല, അടുത്ത വർഷം അവനൊരു ജോലി കിട്ടിയേക്കാം. യു മേ ഗെറ്റ് ഫസ്റ്റ് ക്ലാസ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയേക്കാം. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സാധ്യതകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മേ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ, അല്ലേ? നമ്മൾ ആ പെർമിഷൻ ചോദിച്ച അതേ മേ കൊണ്ടാണ് സാധ്യതകളെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇത് എക്സാമ്പിൾ നോക്കി വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ മേ ഉപയോഗിക്കുന്ന മറ്റൊരു ഫീൽഡ് കൂടിയുണ്ട്. അതാണ് ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. അത് എന്താണെന്നറിയാമോ? നമ്മള് സാധാരണ രീതിയിൽ നമ്മൾ പറയും ഈ സാധ്യത പോലെ തന്നെ ഒരു ആശംസ നമ്മൾ പറയും എന്നതിന്, ആ ആശംസ പറയുമ്പോഴും ഇതേ മേ തന്നെ നമ്മൾ ഉപയോഗിക്കും. അതിവിടെ ഒന്ന് നോക്കൂ. ഇത് ആശംസകൾ നേരുന്നതിന് നമ്മൾ മേ ഉപയോഗിക്കാറുണ്ട്. ഇതിന് വേറെ യാതൊരു മാറ്റവുമില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞ ആ മേ തന്നെയാണ്. ഇതൊന്ന് ഓർക്കണം. മേ നമ്മള് പെർമിഷൻ ചോദിച്ച അതേ മേ കൊണ്ട് തന്നെ ഇതാ നമ്മൾ വീണ്ടും ആശംസകൾ കൂടി നേരുവാൻ പോകുന്നു. കാരണം നിങ്ങൾ എപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളതാണ് മേ ഗോഡ് ബ്ലസ് യു എന്ന്, അല്ലേ? ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അനുഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ അതിനു മുമ്പ് ഒരു മേ ചേർത്തിട്ട് ഇത് പറയുകയാണെങ്കിൽ എന്താ അതിന്റെ മീനിങ് എങ്ങനെ വരും? മേ ഗോഡ് ബ്ലസ് യു. മേ ഗോഡ് ബ്ലസ് യു. മേ ഗോഡ് ബ്ലസ് യു നമ്മള് ആശംസിക്കുകയാണ്, ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആശംസിക്കുകയാണ്. അവർക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുക. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ ആശംസകൾ നേരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന കാര്യമാണ്, എന്തെങ്കിലും ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ആളോട് നമുക്ക് പറയാം മേ യു വിൻ ദ എക്സാം. നിങ്ങളായി എഴുതിയ പരീക്ഷയിൽ നിങ്ങൾ ജയിക്കട്ടെ. മേ യു വിൻ ദ എക്സാം. വിൻ ദ എക്സാം എന്ന് പറഞ്ഞാല് മേ യു വിൻ ദ എക്സാം. നിങ്ങൾ ആ പരീക്ഷയിൽ നിങ്ങൾ പരീക്ഷയിൽ വിജയിക്കട്ടെ. അതിനുള്ള സകല എല്ലാവിധ ആശംസകളും നമ്മൾ അവർക്ക് നൽകിയാണ്. നിങ്ങൾ പരീക്ഷയിൽ വിജയിക്കട്ടെ. മേ യു വിൻ ദ എക്സാം. അതുപോലെ മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന്. ഇതേ രീതിയിലാണ് നമ്മൾ പഠിച്ച മസ്റ്റും. ഈ മസ്റ്റിനും നമ്മൾക്ക് പല സ്ഥാനത്ത് ഇതേ മസ്റ്റ് ആദ്യമേ നമ്മൾ അത് ഉപയോഗിച്ച ആ മസ്റ്റ് തന്നെ ചേർത്ത് പല രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതുപോലെ തന്നെയാണ് മസ്റ്റിന്റെ കൂട്ടത്തില് മസ്റ്റ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നിർബന്ധം അല്ലെങ്കിൽ ഒരു ആവശ്യകതയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്, അല്ലേ? മസ്റ്റ്. അതുപോലെ ഇതേ രീതിയിൽ പല സ്ഥലത്ത് പല രീതിയിൽ മസ്റ്റിന് മീനിങ് വരുന്നതുണ്ട്. കാരണം മസ്റ്റ് കഴിഞ്ഞ് ഇത് സാധാരണ രീതി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന മസ്റ്റ് നിർബന്ധം ആവശ്യകതയാ. പക്ഷെ മസ്റ്റിന്റെ കൂട്ടത്തിൽ വെർബ് 3 ചേർത്ത്, മസ്റ്റിന്റെ കൂട്ടത്തിൽ ഹാവ് ചേർത്തതിന് ശേഷം വെർബ് 3 നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? നമ്മൾ ഒരു കടമയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി,
ഒരു കടമയെക്കുറിച്ച് ഒരു സംഭവം നടന്നിരിക്കാം എന്ന് പറയാൻ വേണ്ടി മസ്റ്റിന്റെ കൂട്ടത്തിൽ ഹാവ് കഴിഞ്ഞ് V3 ഉപയോഗിച്ചാൽ, പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കടമയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇതേ ഇപ്പൊ ഈ മേ പറഞ്ഞ പോലെ തന്നെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് മസ്റ്റ് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ? ഇത് ഈ സ്ഥലത്തെല്ലാം മസ്റ്റ് ഉപയോഗിക്കുന്നു. മേ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതെല്ലാം മസ്റ്റ് ഉപയോഗിക്കുന്നു. മേ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്നത് ഒരു പെർമിഷൻ ചോദിക്കുന്നതിനാന്ന് പഠിച്ചു. പക്ഷെ ഇത് ആ മസ്റ്റ് അതിനെല്ലാം വേണ്ടി മസ്റ്റ് ഉപയോഗിക്കാമെന്ന്. ഇതെങ്ങനെയാണ് ഈ മസ്റ്റ് ഏതെല്ലാം രീതിയിൽ എപ്പോഴെല്ലാം ഈ 3-4 രീതിയിൽ മസ്റ്റ് ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ പറഞ്ഞ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് let me know about it, and let's study about the same classes instead of may. Let's study in the next class about must. Okay, let's wait for the next class. Till then, bye.